ജെറമിയ അധ്യായം 1. ജെറമിയായെ വിളിക്കുന്നു. ബെഞ്ചമിൻ ദേശത്ത് അനാത്തോത്തിലെ പുരോഹിതന്മാരിൽ ഒരാളായ ഹിൽക്കിയായുടെ മകൻ ജെറമിയായുടെ വാക്കുകൾ. യൂദാ രാജാവായ ആമോന്റെ മകൻ ജോസിയായുടെ വാഴ്ചയുടെ 13-ാം വർഷം ജെറമിയായ്ക്ക് കർത്താവിന്റെ അരുളപ്പാടുണ്ടായി. യൂദാ രാജാവായ ജോസിയായുടെ മകൻ യഹോയാക്കിമിന്റെ കാലത്തും ജോസിയ രാജാവിന്റെ മകൻ സെദക്കിയായുടെ ഭരണത്തിന്റെ 11-ാം വർഷം 5-ാം മാസം ജെറുസലേം നിവാസികൾ നാടു കടത്തപ്പെടുന്നതുവരെയും അവന് കർത്താവിന്റെ വചനം ലഭിച്ചുകൊണ്ടിരുന്നു. കർത്താവ് എന്നോട് അരുളി ചെയ്തു, മാതാവിന്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിനു മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു. ജനിക്കുന്നതിനു മുൻപേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. ജനതകൾക്ക് പ്രവാചകനായി ഞാൻ നിന്നെ നിയോഗിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ദൈവമായ കർത്താവേ, ഞാൻ കേവലം ബാലനാണ്, സംസാരിക്കാൻ എനിക്ക് പാടവമില്ല. കർത്താവ് എന്നോട് അരുളി ചെയ്തു, വെറും ബാലനാണെന്ന് നീ പറയരുത്. ഞാൻ അയക്കുന്നിടത്തേക്ക് നീ പോകണം. ഞാൻ കൽപ്പിക്കുന്നതെന്തും സംസാരിക്കണം. നീ അവരെ ഭയപ്പെടേണ്ട. നിന്റെ രക്ഷയ്ക്ക് നിന്നോടുകൂടെ ഞാനുണ്ട്. കർത്താവാണിതു പറയുന്നത്. അനന്തരം കർത്താവ് കൈനീട്ടി എൻ്റെ അധരത്തിൽ സ്പർശിച്ചുകൊണ്ട് അരുളി ചെയ്തു, ഇതാ എൻ്റെ വചനങ്ങൾ നിന്റെ നാവിൽ ഞാൻ നിക്ഷേപിച്ചിരിക്കുന്നു. പിഴുതെറിയാനും ഇടിച്ചു തകർക്കാനും നശിപ്പിക്കാനും തകിടം മറിക്കാനും പണിതുയർത്താനും നട്ടുവളർത്താനും വേണ്ടി ഇന്നിതാ ജനതകളുടെയും രാജ്യങ്ങളുടെയും മേൽ നിന്നെ ഞാൻ അവരോധിച്ചിരിക്കുന്നു. കർത്താവ് എന്നോട് ചോദിച്ചു, ജെറമിയ, നീ എന്തു കാണുന്നു? ജാഗ്രതാവൃക്ഷത്തിന്റെ ഒരു ശാഖ. ഞാൻ മറുപടി പറഞ്ഞു. അപ്പോൾ കർത്താവ് അരുളി ചെയ്തു, നീ കണ്ടതു ശരി. എൻ്റെ വചനം നിവർത്തിക്കാൻ ഞാൻ ജാഗ്രതയോടെ കാത്തിരിക്കുന്നു. കർത്താവ് വീണ്ടും എന്നോട് ചോദിച്ചു, നീ എന്ത് കാണുന്നു? ഞാൻ പറഞ്ഞു, തിളയ്ക്കുന്ന ഒരു പാത്രം വടക്കുനിന്ന് ചരിയുന്നത് ഞാൻ കാണുന്നു. അപ്പോൾ കർത്താവ് അരുളി ചെയ്തു, ഈ ദേശത്തു വസിക്കുന്നവരെ മുഴുവൻ ഗ്രസിക്കുന്ന ദുരന്തം വടക്കുനിന്ന് തിളച്ചൊഴുകും. ഉത്തരദിക്കിലെ സകല രാജവംശങ്ങളെയും ഞാൻ വിളിച്ചു വരുത്തുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അവർ ഓരോരുത്തരും വന്ന് തങ്ങളുടെ സിംഹാസനം ജെറുസലേമിന്റെ പ്രവേശന കവാടങ്ങളിലും ചുറ്റുമുള്ള മതിലുകളുടെ മുൻപിലും യൂദായുടെ നഗരങ്ങൾക്ക് മുൻപിലും സ്ഥാപിക്കും. അവർ ചെയ്ത എല്ലാ ദുഷ്ടതയ്ക്കും ഞാൻ അവരുടെ മേൽ വിധി പ്രസ്താവിക്കും. അവർ എന്നെ ഉപേക്ഷിച്ച് അന്യദേവന്മാർക്ക് ധൂപം അർപ്പിച്ചു, സ്വന്തം കരവേലകളെ ആരാധിച്ചു. നീ എഴുന്നേറ്റ് അരമുറുക്കുക. ഞാൻ കൽപ്പിക്കുന്നതൊക്കെയും അവരോട് പറയുക. അവരെ നീ ഭയപ്പെടേണ്ട. ഭയപ്പെട്ടാൽ അവരുടെ മുൻപിൽ നിന്നെ ഞാൻ പരിഭ്രാന്തനാക്കും. ദേശത്തിനു മുഴുവനും യൂദായിലെ രാജാക്കന്മാർക്കും പ്രഭുക്കന്മാർക്കും പുരോഹിതന്മാർക്കും ദേശവാസികൾക്കും എതിരെ അപ്രതിരോധ്യമായ നഗരവും ഇരുമ്പുതൂണും പിച്ചള മതിലും ആയി ഇന്നു നിന്നെ ഞാൻ ഉറപ്പിക്കും. അവർ നിന്നോട് യുദ്ധം ചെയ്യും, എന്നാൽ വിജയിക്കുകയില്ല. നിന്റെ രക്ഷയ്ക്ക് ഞാൻ കൂടെയുണ്ട് എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. ഏശയ്യ അധ്യായം 2. ഇസ്രായേലിന്റെ അവിശ്വസ്തത. കർത്താവ് എന്നോട് അരുളി ചെയ്തു, നീ ജെറുസലേമിൽ ചെന്ന് വിളിച്ചു പറയുക, കർത്താവ് അരുളി ചെയ്യുന്നു, നിന്റെ യൗവനത്തിലെ വിശ്വസ്തതയും വധുവിനടുത്ത സ്നേഹവും ഞാൻ ഓർമ്മിക്കുന്നു. മരുഭൂമിയിൽ കൃഷിയോഗ്യമല്ലാത്ത നാട്ടിൽ നീ എന്നെ അനുഗമിച്ചത് ഞാൻ ഓർക്കുന്നു. ഇസ്രായേൽ കർത്താവിന്റെ വിശുദ്ധ ജനമായിരുന്നു. അവിടുത്തെ വിളവിൽ ആദ്യ ഫലവുമായിരുന്നു. അതിൽ നിന്ന് ഭക്ഷിച്ചവർ വില കൊടുക്കേണ്ടി വന്നു. അവരുടെ മേൽ വിനാശം നിപതിച്ചു എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. യാക്കോബിന്റെ ഭവനമേ, ഇസ്രായേൽ കുടുംബത്തിലെ സകല ഭവനങ്ങളുമേ, കർത്താവിന്റെ വചനം കേൾക്കുവിൻ. കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളുടെ പിതാക്കന്മാർ എന്നിൽ എന്തു കുറ്റം കണ്ടിട്ടാണ് എന്നിൽ നിന്ന് അകന്നുപോയത്? മ്ലേച്ഛമായവയെ അനുധാവനം ചെയ്ത് അവരും മ്ലേച്ഛന്മാരായി തീർന്നു. ഈജിപ്തിൽ നിന്ന് മോചിപ്പിച്ച് വിജനഭൂമിയിലൂടെ മരുപ്രദേശങ്ങളും ഗർത്തങ്ങളും നിറഞ്ഞ വരൾച്ച ബാധിച്ച മരണത്തിന്റെ നിഴൽ വീണ നാട്ടിലൂടെ ഞങ്ങളെ നയിച്ച കർത്താവ് എവിടെ എന്ന് അവർ ചോദിച്ചില്ല. ഞാൻ നിങ്ങളെ സമൃദ്ധി നിറഞ്ഞ ഒരു ദേശത്തേക്ക് കൊണ്ടുവന്നു.
അവിടുത്തെ ഫലങ്ങളും വിഭവങ്ങളും നിങ്ങൾ ആസ്വദിക്കാനായിരുന്നു അത്. എന്നാൽ അവിടെ എത്തിയ ശേഷം എൻ്റെ ദേശം നിങ്ങൾ ദുഷിപ്പിച്ചു, എൻ്റെ അവകാശം മ്ലേച്ഛമാക്കി. കർത്താവ് എവിടെയെന്ന് പുരോഹിതന്മാർ ചോദിച്ചില്ല, നീതിപാലകൻ എന്നെ അറിഞ്ഞില്ല. ഭരണകർത്താക്കൾ എന്നെ ധിക്കരിച്ചു, പ്രവാചകന്മാർ ബാലിൻ്റെ നാമത്തിൽ പ്രവചിച്ചു, വ്യർത്ഥമായവയെ പിഞ്ചൊല്ലുകയും ചെയ്തു. അതുകൊണ്ട് ഞാൻ നിങ്ങളെ കുറ്റം വിധിക്കും, നിങ്ങളുടെ മക്കളുടെ മക്കളുടെ മേലും ഞാൻ കുറ്റം വിധിക്കും. കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങൾ കടന്നു കിത്തിം ദ്വീപുകളിൽ പോയി നോക്കൂ, ആളയച്ച് കേദാർ ദേശത്ത് അന്വേഷിക്കൂ. ഇതുപോലെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന് സൂക്ഷ്മമായി പരിശോധിക്കൂ. ഏതെങ്കിലും ജനത തങ്ങളുടെ ദേവന്മാരെ മാറിയിട്ടുണ്ടോ? അവ വ്യാജ ദേവന്മാരായിരുന്നെങ്കിൽ തന്നെ. എന്നാൽ എൻ്റെ ജനം വ്യർത്ഥതയ്ക്കു വേണ്ടി തങ്ങളുടെ മഹത്വം കൈവെടിഞ്ഞിരിക്കുന്നു. ആകാശങ്ങളെ, ഭയന്ന് നടുങ്ങുവിൻ, സംഭ്രമിക്കുവിൻ, ഞെട്ടിവിറയ്ക്കുവിൻ. കർത്താവ് അരുളി ചെയ്യുന്നു, എന്തെന്നാൽ എൻ്റെ ജനം 2 തിന്മകൾ പ്രവർത്തിച്ചു. ജീവജലത്തിൻ്റെ ഉറവയായ എന്നെ അവർ ഉപേക്ഷിച്ചു. ജലം സൂക്ഷിക്കാൻ കഴിവില്ലാത്ത പൊട്ടക്കിണറുകൾ കുഴിക്കുകയും ചെയ്തു. ഇസ്രായേൽ അടിമയാണോ? അടിമയായി ജനിച്ചവനാണോ? അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് അവൻ ആക്രമണത്തിനിരയാകുന്നത്? സിംഹങ്ങൾ അവൻ്റെ നേരെ ഗർജിച്ചു, അത്യുച്ചത്തിൽ അലറി. അവൻ്റെ നാട് അവ മരുഭൂമിയാക്കി, അവൻ്റെ നഗരങ്ങൾ നശിപ്പിച്ച് വിജനമാക്കി. മാത്രമല്ല, മെംഫിസിലെയും തഹ്ഫാനിസിലെയും ആളുകൾ നിന്റെ ശിരസിലെ കിരീടം തകർത്തു. യാത്രയിൽ നിന്നെ നയിച്ച ദൈവമായ കർത്താവിനെ ഉപേക്ഷിക്കുക വഴി നീ ഇവയെല്ലാം സ്വയം വരുത്തി വച്ചതല്ലേ? നൈൽ നദിയിലെ വെള്ളം കുടിക്കാൻ ഈജിപ്തിൽ പോകുന്നത് കൊണ്ട് നിനക്ക് എന്ത് ഗുണമുണ്ടാകും? യൂഫ്രട്ടീസിലെ വെള്ളം കുടിക്കാൻ അസീറിയയിൽ പോകുന്നത് കൊണ്ട് നിനക്ക് എന്ത് ഗുണമുണ്ടാകും? നിന്റെ തന്നെ ദുഷ്ടതയായിരിക്കും നിന്നെ ശിക്ഷിക്കുക, നിന്റെ അവിശ്വസ്തതയായിരിക്കും നിന്നെ കുറ്റം വിധിക്കുക. നിന്റെ കർത്താവായ ദൈവത്തെ ഉപേക്ഷിക്കുന്നത് എത്ര ദോഷകരവും കയ്പു നിറഞ്ഞതുമാണെന്ന് നീ അനുഭവിച്ചറിയും. എന്നെക്കുറിച്ചുള്ള ഭയം നിന്നിലില്ലെന്ന് സൈന്യങ്ങളുടെ കർത്താവായ ദൈവം അരുളി ചെയ്യുന്നു. വളരെ മുൻപേ നീ നിന്റെ നുകം ഒടിച്ചു, നിന്റെ കെട്ടുകൾ പൊട്ടിച്ചു. ഞാൻ അടിമവേല ചെയ്യുകയില്ല എന്ന് നീ പറഞ്ഞു. എല്ലാ ഉയർന്ന കുന്നുകളുടെ മുകളിലും സകല പച്ചമരങ്ങളുടെ ചുവട്ടിലും നീ വേശ്യയെപ്പോലെ വഴങ്ങി. തിരഞ്ഞെടുക്കപ്പെട്ട വിശിഷ്ട മുന്തിരിച്ചെടിയായിട്ടാണ് ഞാൻ നിന്നെ നട്ടത്. പിന്നെ എങ്ങനെ നീ ദുഷിച്ച് കാട്ടുമുന്തിരിയായി തീർന്നു? എത്രയേറെ താളിയും കാരവും തേച്ചു കുളിച്ചാലും നിന്റെ പാപക്കറ എൻ്റെ മുൻപിൽ ഉണ്ടായിരിക്കും എന്ന് ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. ഞാൻ മലിനയല്ല, ബാലിൻ്റെ പിറകെ പോയിട്ടില്ല എന്നു പറയാൻ നിനക്ക് എങ്ങനെ സാധിക്കും? താഴ്വരയിൽ പതിഞ്ഞ നിന്റെ കാൽപ്പാടുകൾ കാണുക, ചെയ്ത കുറ്റം സമ്മതിക്കുക. ഉന്മത്തയായി പാഞ്ഞു നടന്ന പെണ്ണൊട്ടകമായിരുന്നു നീ, മരുഭൂമിയിൽ പരിചയിച്ച കാട്ടുകഴുത. മതം പൂണ്ട് മത്തുപിടിച്ച് അവൾ ഓടുകയായിരുന്നു. അവളുടെ വിഷയാസക്തി ആർക്ക് നിയന്ത്രിക്കാനാവും? അവളെ ആഗ്രഹിക്കുന്നവർക്ക് അവളെ തേടി പോകേണ്ടി വരില്ല. മൈഥുനമാസത്തിൽ അവൾ അവരുടെ മുൻപിലുണ്ടാകും. നിന്റെ ചെരുപ്പ് തേഞ്ഞു പോകാതെ സൂക്ഷിക്കുക, തൊണ്ട വരണ്ടു പോകാതെയും. എന്നാൽ നീ പറഞ്ഞു, അത് സാധ്യമല്ല. ഞാൻ അന്യരുമായി സ്നേഹബന്ധത്തിലാണ്, അവരുടെ പിന്നാലെ ഞാൻ പോകും. കണ്ടുപിടിക്കപ്പെടുമ്പോൾ കള്ളൻ എന്ന പോലെ ഇസ്രായേൽ ഭവനം ലജ്ജിക്കും. അവരും അവരുടെ രാജാക്കന്മാരും പ്രഭുക്കന്മാരും പുരോഹിതന്മാരും പ്രവാചകന്മാരും ലജ്ജിക്കും. നീ എൻ്റെ പിതാവാണ് എന്ന് മരക്കഷണത്തോടും നീ എൻ്റെ മാതാവാണ് എന്ന് കല്ലിനോടും അവർ പറയുന്നു. അവർ മുഖമല്ല, പൃഷ്ഠമാണ് എൻ്റെ നേരെ തിരിച്ചിരിക്കുന്നത്. എന്നാൽ അനർത്ഥം വരുമ്പോൾ അവർ വന്ന് എന്നോട്, ഞങ്ങളെ രക്ഷിക്കണമേ എന്നു പറയുന്നു. യൂദാ, നീ നിനക്കായി നിർമ്മിച്ച ദേവന്മാരെവിടെ? നിന്റെ കഷ്ടകാലത്ത് നിന്നെ രക്ഷിക്കാൻ കഴിവുണ്ടെങ്കിൽ അവർ എഴുന്നേറ്റ് വരട്ടെ. നിന്റെ നഗരങ്ങളുടെ എണ്ണത്തിനൊപ്പം ദേവന്മാർ നിനക്കുണ്ടല്ലോ. നിങ്ങൾ എന്തിന് എൻ്റെ നേരെ പരാതികൾ ഉന്നയിക്കുന്നു? നിങ്ങളെല്ലാവരും എന്നോട് മറുതലിച്ചിരിക്കുന്നു. കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ നിങ്ങളുടെ മക്കളെ പ്രഹരിച്ചത് വെറുതെയായിപ്പോയി. അവർ തെറ്റുതിരുത്തിയില്ല. ആർത്തി പൂണ്ട സിംഹത്തെ പോലെ നിങ്ങളുടെ തന്നെ വാൾ നിങ്ങളുടെ പ്രവാചകന്മാരെ വിഴുങ്ങി. ഈ തലമുറ കർത്താവിൻ്റെ വാക്ക് കേൾക്കട്ടെ.
ഇസ്രായേലിന് ഞാൻ ഒരു മരുഭൂമിയായിരുന്നോ? അന്ധകാരം നിറഞ്ഞ ദേശം ആയിരുന്നോ? അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഞങ്ങൾ സ്വതന്ത്രരാണ്, ഇനി ഒരിക്കലും നിന്റെ അടുക്കൽ ഞങ്ങൾ വരികയില്ല എന്ന് എൻ്റെ ജനം പറയുന്നത്? യുവതി തൻ്റെ ആഭരണങ്ങളോ മണവാട്ടി തൻ്റെ വിവാഹ വസ്ത്രമോ മറക്കാറുണ്ടോ? എന്നാൽ എണ്ണമറ്റ ദിനങ്ങളായി എൻ്റെ ജനം എന്നെ മറന്നിരിക്കുന്നു. കാമുകന്മാരെ കണ്ടുപിടിക്കാൻ നീ എത്ര സമർത്ഥയാണ്! വേശ്യകളെപ്പോലും പഠിപ്പിക്കാൻ പോന്നവളാണ് നീ. നിന്റെ വസ്ത്രാഞ്ചലത്തിൽ നിരപരാധരായ പാവങ്ങളുടെ ജീവരക്തം പുരണ്ടിരിക്കുന്നു. അവരാരും ഭവനഭേദം നടത്തുന്നതായി നീ കണ്ടില്ല. ഇതൊക്കെയായിട്ടും ഞാൻ കുറ്റമൊന്നും ചെയ്തിട്ടില്ല, അവിടുത്തേക്ക് എന്നോട് യാതൊരു കോപവുമില്ല എന്ന് നീ പറയുന്നു. പാപം ചെയ്തിട്ടില്ല എന്ന് നീ പറഞ്ഞതുകൊണ്ട് നിന്നെ ഞാൻ കുറ്റം വിധിക്കും. എത്ര ലാഘവത്തോടെ നീ വഴിമാറി നടക്കുന്നു! അസീറിയയെപ്പോലെ ഈജിപ്തും നിന്നെ അപമാനിക്കും. അവിടെ നിന്നും തലയിൽ കൈവച്ചുകൊണ്ട് നീ മടങ്ങിവരും. നീ വിശ്വാസം അർപ്പിക്കുന്നവരെ കർത്താവ് നിരാകരിച്ചിരിക്കുന്നു. അവരിൽ നിന്ന് യാതൊരു നന്മയും നിനക്ക് കൈവരുകയില്ല.